ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായ സംഭവം കൊലപാതകം. കുഞ്ഞിനെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ചേർത്തലയിലെ ആശയുടെ ആൺ സുഹൃത്ത് രതീഷ് മൊഴി നൽകി. രതീഷിന്റെ വീട്ടിലാണ് കുഞ്ഞിനെ കുഴിച്ചുമൂടിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേർന്നു. ശരണ്യ, കുഞ്ഞിനെ കൈമാറി ആശാ വർക്കർ വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ആ തരത്തിൽ ദുരൂഹമായ രീതിയിൽ തന്നെ സാഹചര്യം കണ്ടതുകൊണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇത് കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് തന്നെയാണ്, കൊലപാതകം തന്നെയാണ് എന്നുള്ള മൊഴികൾ കൂടിയാണോ ഈ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും അപർണ, ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി ആശാവർക്കർ മുഖാന്തരം വാർഡ് മെമ്പറാണ് ചേർത്തല പോലീസിന് നൽകുന്നത്. അതായത് കഴിഞ്ഞ 27-നാണ് ഇത്തരത്തിൽ ഒരു പ്രസവം നടന്നു എന്നുള്ളത് ആശാവർക്കർക്കടക്കം വിവരം ലഭിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയെ സംബന്ധിച്ച് അവർ അന്വേഷിച്ച് എത്തിയപ്പോൾ ഈ പള്ളിപ്പുറത്തുള്ള ഇവരുടെ വീട്ടിൽ ഈ കുഞ്ഞില്ലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ആശാവർക്കർ ആ വീട്ടിലെത്തി ആശയോട് വിവരം ചോദിച്ചപ്പോഴാണ് കുട്ടിയെ തൃപ്പൂണിത്തുറ സ്വദേശികൾക്കായ ദമ്പതികൾക്ക് വിറ്റു, അതായത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർക്ക് വളർത്താനുള്ള ശേഷി ഉണ്ടായില്ല എന്നുള്ളതാണ്. ആശയ്ക്ക് 2 കുട്ടികൾ, ഈ കുട്ടിയെ കൂടാതെ 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പിന്നീട് പോലീസ് ചോദ്യം ചെയ്യലിൽ ആശയെയും ഒപ്പം തന്നെ ആൺസുഹൃത്തായ രതീഷിനെയും ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആശയുടെ മൊഴികൾ വൈരുദ്ധ്യമുണ്ടായി. അതായത് ആദ്യം കുട്ടിയെ തൃപ്പൂണിത്തുറയിൽ കൊടുത്തു എന്ന് പറഞ്ഞു, പിന്നീട് അത് മാറ്റി പറഞ്ഞു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അല്പസമയം മുമ്പ് പോലീസ് കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു, അതായത് മറ്റെന്തെങ്കിലും ആരോഗ്യസ്ഥിതി കൊണ്ട് മരണപ്പെട്ടതാണോ എന്നടക്കമുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആൺസുഹൃത്തായ രതീഷ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളത്. ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും രതീഷിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഈ കുട്ടിയെ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ആണ് ഇപ്പോൾ ചേർത്തല പോലീസ് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പള്ളിപ്പുറത്തെ രതീഷിന്റെ വീട്ടിലും പോലീസിന്റെ തിരച്ചിലുണ്ടാകും. ശരണ്യ, ഈ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിന്റെ മൊഴി അനുസരിച്ച് ആ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇവർക്ക് നേരത്തെ ശരണ്യ പറഞ്ഞ പോലെ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ 3ാമത്തെ കുട്ടിക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ, കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കുന്നുണ്ടോ? അങ്ങനെ എന്ത് പശ്ചാത്തലമാണ് ഇതിന് കാരണമായത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഭർത്താവിന് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള മൊഴിയാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഭർത്താവിനോട് ഈ ഇത്തരത്തിൽ വയറ്റിൽ മുഴയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തെ ധരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ആശ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അവിടെ ബൈസ്റ്റാൻഡറായി കൂടെ ഉണ്ടായിരുന്നത് ഈ ആൺസുഹൃത്തായ രതീഷാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള മൊഴി പ്രകാരം ഭർത്താവിനോ മറ്റു ബന്ധുക്കൾക്കോ ഈ വിവരം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള വിവരങ്ങൾ, അതായത് അതുകൊണ്ടാണോ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു കാര്യത്തിലേക്ക് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ്. എന്തായാലും ഈ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലല്ല ഉള്ളത്. മനോജ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഇതുവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വന്നിട്ടോ മറ്റു ബന്ധുക്കളോ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇവർ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് സ്ഥിരീകരിക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകുന്നത്. ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് കൂടി ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായ സംഭവം. ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് ആ കുഞ്ഞിന്റെ അമ്മയുടെ ആൺ സുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നു.